الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه منيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈമാൻ എന്നുള്ളത്. ഒരാൾ ഈമാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം വരും. അയാൾ ഏറ്റവും നല്ല മനുഷ്യനാകും, എല്ലാവരുടെ അടുക്കലും പ്രിയപ്പെട്ടവനാകും, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെടുന്ന ഒരു സ്വഭാവത്തിനുടമയായി അദ്ദേഹം മാറും. മോശമായ സ്വഭാവം ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മനുഷ്യന്റെ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവുമാണ്. നമ്മള് ഒരു വഴിയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാളോട് നമ്മൾ പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ, അയാളോട് നമ്മൾ ചിരിച്ച് തലയാട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് വലിയ സന്തോഷമാകും, അയാൾക്കൊരു എനർജി കിട്ടും. മറിച്ച് നമ്മൾ അറിയുന്ന ആളാണെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ തലതിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അയാളുടെ ഹൃദയത്തിൽ ഒരു വെറുപ്പുണ്ടാക്കും, അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അതാരും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ്. നമ്മളൊരാളെ ചിരിച്ചിട്ട് അഭിമുഖീകരിക്കുന്നതും ചിരിക്കാതെ ഗൗരവഭാവത്തോടു കൂടി അഭിമുഖീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല സ്വഭാവത്തോടു കൂടി ഒരാളോട് പെരുമാറുക, ഒരാളെ പുഞ്ചിരിയോടുകൂടി അഭിവാദ്യം ചെയ്യുക, കണ്ടുമുട്ടുക എന്നുള്ളതൊക്കെ വലിയൊരു സംഭവമാണ്. ഇസ്ലാമിൽ പുഞ്ചിരിക്കുക എന്നുള്ളതിന്, ഒരാളെ കാണുന്ന സമയത്ത് ചിരിക്കുക, അയാളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അംർ ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു, അംർ ഇബ്നു ഹസ്ം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു ആളുകളെ കാണുമ്പോൾ. ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വരവേറ്റത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നബിതങ്ങളോട് കൂടെ വർത്താനം പറയാനും അതുപോലെ തന്നെ നബിതങ്ങളോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ആളുകളെ കാണുമ്പോൾ ചിരിക്കും, നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറും. അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് കുറച്ച് ആളുകൾ വന്ന് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എപ്രകാരമായിരുന്നു? ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ വലാ സഖാബൻ ഫിൽ അസ്വാഖി വലാ യജ്സി അസ്സയ്യിഅത ബിസ്സയ്യിഅതി വലാകിൻ യഅഫു വയസ്ഫഹു. നാം തിരുമേനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അടുക്കൽ വന്നിട്ട് ചോദിക്കാൻ, നബിതങ്ങളുടെ സ്വഭാവം പ്രകാരമായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുമല്ല, നബിതങ്ങൾ മോശമായ ഒരു സ്വഭാവക്കാരനുമല്ല. നബിതങ്ങൾ എപ്പോഴും ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നല്ല വാക്കുകൾ, നല്ലൊരു പ്രകൃതിയാണ്. മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആളുകളെ വിളിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് ആളുകളെ കളിയാക്കി അതിൽ രസം കണ്ടെത്തുക, രസിക്കുക, ഇങ്ങനത്തെ ഒരാളെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടിട്ട് സംസാരിക്കുന്ന ആളല്ല. ഭയങ്കര ശബ്ദമുണ്ടാക്കി അട്ടഹസിച്ച് സംസാരിക്കുന്ന ഒരാളല്ല. വളരെ മയമായ രീതിയിൽ, ലോലമായ രീതിയിൽ സംസാരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരത്തിന് പകരം ചോദിക്കുന്ന ആളല്ല. ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും പറയുകയോ
അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തു വെച്ച് കാലാകാലം അത് മനസ്സിൽ സൂക്ഷിച്ച് അതിന് പകരം വീട്ടുക ഇങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിൻ യഅഫു വയസ്ഫഹു, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തത്തിന് വേണ്ടി പകരം ചോദിക്കാറില്ല. അത് മറന്നു കളയും, മാപ്പാക്കി കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യും, സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതൊക്കെ മറന്നു കളയും. അങ്ങനെയുള്ള നല്ലൊരു സ്വഭാവത്തിനുടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ഏത് സമയവും പുഞ്ചിരിക്കും, സന്തോഷത്തിന്റെ മുഖത്തോടു കൂടിയായിരിക്കും നബിതങ്ങൾ മറ്റുള്ളവരെ വരവേൽക്കുക. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗൗരവവും ഗാംഭീര്യവും ഒന്നും ഇല്ലാത്ത ആള് എന്നല്ല. നബിതങ്ങൾ ഭയങ്കര ഗാംഭീര്യമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നബിതങ്ങൾക്ക് ഭയങ്കര ഗാംഭീര്യമായിരുന്നു, ഗൗരവമായിരുന്നു. കുട്ടിക്കളിയൊന്നും കളിക്കാറില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഗൗരവവും ഗാംഭീര്യവും ഉള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഇമൽ ഫിക്ർ, ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ചിന്താകുലനായിരുന്നു. സദാസമയവും ദീനിന്റെ ഫിക്ർ, എങ്ങനെ ജനങ്ങൾക്ക് ദീൻ എത്തിക്കാൻ പറ്റും, ലോകത്തെ എങ്ങനെ വലാലത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കരകയറ്റാൻ പറ്റുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയവും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് ഭയങ്കരമായ സംസാരങ്ങളൊന്നും ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ കുറേ നേരം സംസാരിക്കുമായിരുന്നില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഹദ്ദിസു ഹദീസൻ ലൗ ആദമുൽ ആദുല അഹ്സാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ രീതിയിലാണ് സംസാരിക്കുക. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അത്രയും കൃത്യമായ രീതിയിൽ വളരെ സൂക്ഷിച്ചുകൊണ്ട് ആവശ്യമുള്ള വാക്കുകൾ മാത്രം ഉപയോഗിച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാറ്. അത്രയും ഗാംഭീര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന സമയത്ത് ഒരാൾ പിറകിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മളൊക്കെ ഒന്ന് തലതിരിഞ്ഞു നോക്കുക, അങ്ങനെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല ചെയ്യാറ്. നബി തങ്ങൾ അവിടെ നിന്ന് ദേഹം മുഴുവനായിട്ട് തിരിഞ്ഞ് പിറകോട്ട് നിന്ന് എന്തിനാണ് വിളിച്ചത്, ഇത്രയും ഗൗരവത്തോടു കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നത്. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിബിധങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ട് അതനുസരിച്ച് തീരുമാനമെടുത്ത് പിന്നെ അത് വലിയൊരു മിസ്റ്റേക്കായി മാറി പിന്നീട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. ഇങ്ങനത്തെ ഒരാളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കേട്ട് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചിട്ട് മാത്രമേ അതിനുള്ള പോംവഴികളും മറുപടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നുള്ളൂ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നുണ്ട്, മദീനയിലെ മസ്ജിദ് നബവിയുടെ അടുക്കലിൽ അന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അവിടെ ബനൂ സലമ എന്ന് പറഞ്ഞൊരു ഗോത്രം ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ആഗ്രഹം ഈ പള്ളിന്റെ അടുത്ത് വന്ന് താമസമാക്കിയാലോ, അവരുടെ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും വന്ന് ഈ പള്ളിയുടെ അടുത്ത് ഈ ഒരു കാര്യമുള്ള സ്ഥലം മൊത്തം വാങ്ങിയിട്ട് അവിടെ തന്നെ താമസമാക്കിയാലോ എന്നൊരു ആഗ്രഹം. അങ്ങനെ അവരത് ചർച്ച ചെയ്തു. അങ്ങനെ അവരത് ആ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടില്ല. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ട് നബി തങ്ങൾ ഈ കാര്യം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചെയ്തത് അതിന് തീരുമാനം എടുക്കണം തന്നെ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, അതെ, നമ്മള് പള്ളിയുടെ അടുത്തായ നല്ലൊരു കാര്യമില്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങൾ പള്ളിയിലേക്ക് എത്രത്തോളം കൂടുതൽ നടക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടാണ് കൈകാര്യം ചെയ്തത്. അത്രയും ഗാംഭീര്യതയും അതുപോലെ തന്നെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ കട്ടഹസിച്ച് സംസാരിക്കില്ല, വളരെ സൗമ്യമായി ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ആലോചിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യം പറയുകയും ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇത്രയൊക്കെ ഗൗരവവും ഗാംഭീര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പുഞ്ചിരിക്കാൻ മറന്നിട്ടില്ല, ചിരിക്കാൻ മറന്നിട്ടില്ല, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ മറന്നിട്ടില്ല. ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് പുഞ്ചിരിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഇത് ശരിക്കും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണാൻ പറ്റും. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ എന്തോ ഒരു ജീവിതത്തിൽ ഒരു പ്രയാസം കാരണത്താൽ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയായിരുന്നു. ഭയങ്കര ടെൻഷൻ, ഞാൻ ആകെ തളർന്നുപോയി. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലുമായിരുന്നു. ഞാൻ ആകെ തളർന്നു, എന്റെ തലക്കെ താഴ്ത്തിയാണ് ഇരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഒരു വലിയ പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കിലേക്ക് വന്നു, തോളിൽ തട്ടി തമാശയ്ക്ക് ചെവി പിടിച്ച് തിരിച്ച് എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ എന്നോടൊന്ന് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം പിന്നീട് പറയാണ്,
കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു, ഒരു അഭിമാനമായിരുന്നു അത്. ഇവരൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ടുള്ളൂ. എനിക്ക് ഇനി ദുനിയാവിലെ കാലാകാലം ജീവിക്കണം എന്നുള്ള ഒരു ഭാഗ്യം കിട്ടിയാലും അതിനേക്കാൾ എനിക്ക് ഇഷ്ടം നിങ്ങളുടെ ആ പുഞ്ചിരിയാണെന്ന് സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല പിന്നീട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു തആല അൻഹ അവര് വിവരിക്കുകയാണ്, ഒരു യാത്രയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? ശരിക്കും നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരോടൊക്കെ നമ്മൾ എത്രത്തോളം ഫ്രീ ആകണമെന്ന്, എത്രത്തോളം നമ്മൾ അവരോട് സൗഹൃദത്തിൽ ഒരുമിച്ച് കഴിയണമെന്ന് ഉള്ള ഒരു വലിയൊരു ആശയമാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൂടി നമുക്ക് പകർന്നു തരുന്നത്. ഒരു ഭാര്യയോട് ഒരു ഭർത്താവ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? അപ്പൊ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വെയിറ്റ് ചെയ്ത് അവർക്കൊന്ന് കുറച്ച് മുന്നോട്ട് പോയി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ട മത്സരം നടത്തുക. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിജയിച്ചു. പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഇതുപോലൊരു യാത്രയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒന്നുകൂടി വെല്ലുവിളിക്കാം, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. അങ്ങനെ ഓട്ട മത്സരം നടത്തി. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഇത് അന്നത്തേതിന് പകരമാണ്, ഇത് നീ പിടിച്ചോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയോടുള്ള സ്വഭാവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുഞ്ചിരിയുടെ ചരിത്രമാണ്. ഒരിക്കലും ഒരു സഹാബി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വരുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു സഹാബി, ഒരു സാധാരണ മനുഷ്യനാണ്, അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു രസികനായ ഒരാള്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, ഞാൻ നശിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കാര്യം, എന്താണ് വിഷയം? അപ്പോ അദ്ദേഹം പറഞ്ഞു, റമദാൻ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്, പക്ഷെ റമദാൻ മാസത്തിൽ ഞാൻ അറിയാതെ എന്റെ ഭാര്യയുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി, ഞാൻ നശിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ചിരി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരമില്ല, അതിന് പ്രായശ്ചിത്യമുണ്ട്, ആ പ്രായശ്ചിത്യം ചെയ്താൽ മതി, അതിന് പ്രശ്നമില്ല. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരു അടിമയെ മോചിപ്പിച്ചാൽ മതി, അതൊരു തെറ്റാണ്. അപ്പൊ അങ്ങനെ ഒരാൾ അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റമദാന്റെ പകലിലാണ്, രാത്രിയിലല്ല, റമദാൻ മാസത്തിലെ പകലിൽ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമുണ്ട്, അത് ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പോ ആ സഹാബി പറഞ്ഞു, ഒരു അടിമയെ മോചിപ്പിക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല, അതെനിക്ക് പ്രയാസമാണ്, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 മാസം നോമ്പ് നോക്കണം. ഈ റമദാനിലെ ഒരു നോമ്പ് മുറിച്ചതിന്റെ പേരിൽ 2 മാസം നോമ്പ് നോക്കണം. അപ്പൊ ആ സഹാബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഒരു നോമ്പ് പോലും എനിക്ക് നല്ലോണം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ 2 മാസം നോമ്പ് നോക്കും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തിന് നബിക്ക് ചിരി വന്നിട്ടുണ്ടാവും. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് എന്തായാലും പറ്റില്ല, അതുകൊണ്ട് വേറെ ഓപ്ഷൻ തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക. അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഫർളാണ് അദ്ദേഹം മുറിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതും എന്റെ കയ്യിലില്ല, ഞാനിപ്പോ എന്താ ചെയ്യാ, ഒരു പൈസ പോലും എന്റെ കയ്യിലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കാലത്തേക്ക് നീ ഇവിടെ ഇരിക്കും. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ആരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദിയയുമായിട്ട് വന്നു, ഒരു സമ്മാനവുമായിട്ട് വന്നു, ഒരു പാത്രത്തിൽ കാരറ്റ്, ഈത്തപ്പഴം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഈ ഈത്തപ്പഴമെങ്കിലും ഈ ജനങ്ങൾക്ക് സ്വതക്കെ ചെയ്യും, അതിന്റെ പ്രായശ്ചിത്യമായി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അല്പം ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാനിപ്പോ നോക്കിയിട്ട് ഈ മദീനയിൽ എന്നെക്കാളും പാവപ്പെട്ടവനെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഇത് ഞാൻ തന്നെ എടുക്കാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ചിരി വന്നു. ഇവരങ്ങൾ പൊട്ടിച്ചിരിച്ചെന്നാണ് സഹാബാക്കൾ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടൊപ്പമുള്ള ജീവിതം വളരെ രസകരമായിരുന്നു. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാൻ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ജാബിർ ബിൻ സമുറ റളിയല്ലാഹു തആല പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബാക്കളുടെ കൂടെ പള്ളിയിൽ ഇരിക്കും, എന്നിട്ട് കുറെ വിഷയങ്ങളൊക്കെ സംസാരിക്കും. അപ്പോ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ പഴയ കാലഘട്ടത്തിൽ മുസ്ലിം ആവുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ പല കാര്യങ്ങളും കഥകളൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കാറുണ്ടായിരുന്നു. പല തമാശകൾ നമ്മളോടൊപ്പം പറയാറുണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലി ഇങ്ങനെയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലം വലൗ കുൻത ഫദ്ദൻ ഖലീദൻ ലൻഫദ്ദു മിൻ ഹൗലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ കരുണ കൊണ്ട് താങ്കൾ, അല്ലാഹുവിന്റെ കരുണയാണ് താങ്കളുടെ ഈ സ്വഭാവം. താങ്കൾ ജനങ്ങളോട് മയമായി പെരുമാറുന്നുണ്ടല്ലോ, ആളുകളോട് നല്ല രീതിയിൽ കാണുമ്പോഴൊക്കെ പുഞ്ചിരിച്ച് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടല്ലോ, ഇത് ശരിക്കും അള്ളാഹുവിന്റെ വലിയ കരുണയാണ്. താങ്കൾ മറ്റോ മോശമായ ഒരു പരുഷ സ്വഭാവക്കാരൻ, ഒരു ഗൗരവമുള്ള, എപ്പോഴും ഭയങ്കര കടുപ്പമുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ഈ കാണുന്ന സഹാബാക്കളൊന്നും താങ്കളുടെ കൂടെ കൂടില്ലായിരുന്നു, ആർക്കും താങ്കൾ ഇഷ്ടപ്പെടുമായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ കരുണ കൊണ്ട് താങ്കൾക്ക് അൽഹംദുലില്ലാഹ് നല്ലൊരു സ്വഭാവം കിട്ടി. ഇത് എപ്പോഴും കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയാണ്, അതുകൊണ്ട് താങ്കൾ എപ്പോഴും ആളുകൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, ആളുകൾക്ക് മാപ്പാക്കി കൊടുക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ച് ചെയ്യണം. അപ്പോൾ ഭയങ്കര സ്നേഹം ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് ഖുർആനിൽ കൂടി കൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളോടും ശത്രുക്കളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടും എല്ലാവരോടും നബി തങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ കാണുമ്പോൾ പുഞ്ചിരിക്കുമായിരുന്നു. ആ പുഞ്ചിരി കണ്ട എല്ലാവരും ടെൻഷനും പോകും. ഇതുപോലെ നമ്മളും നമ്മുടെ സ്വഭാവമാക്കി മാറ്റണം. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എപ്പോഴും സന്തോഷം കൊടുക്കണം. നമ്മൾ അവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടണം. അല്ലാതെ നമ്മൾ ആരെങ്കിലും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ ആൾക്കാരെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ഈ കടുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ടെൻഷനാക്കുന്നതിന് പകരം നമ്മളെപ്പോഴും മറ്റുള്ളവരോട് പുഞ്ചിരിച്ച് എല്ലാവർക്കും സന്തോഷം കൈമാറുന്ന ആളുകളായി മാറും. അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണമാണ്. നമ്മുടെ പാപങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ മാപ്പാക്കി തരും. ആളുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും, മലായികത്തിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പ്രതിഫലം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്തരം വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.